എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MTVസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ ഏരിയ, സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, MCX, കൊമോഡിറ്റി, ഫോറക്സ്, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ, ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റിൽ അങ്ങനെ 5ഓളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാവുന്നതാണ്. ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത്. കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ്. അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട്. രാവിലെ 9 തൊട്ട് 11 വരെയും വൈകിട്ട് 2:45 തൊട്ട് 3:30 വരെയാണ്. അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പക്ഷേ അവിടെ കോളോ ടിപ്പോ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ്. അപ്പോൾ ഓവർ ട്രേഡ്, റിവെഞ്ച് ട്രേഡ്, ടെൻഷൻ ആയിട്ട് ട്രേഡ് എടുക്കുന്നവർ, മോർണിംഗ് പ്രോഫിറ്റ്, ഈവനിങ് ലോസ്, അപ്പോൾ ഒരു മെൻറ്റർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്ന ആഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം. ഏവർക്കും സ്വാഗതം. നമുക്ക് മുമ്പോട്ട് പോകാം. അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് കാണാം, മനസ്സിലാക്കാം, ഒരുമിച്ച് മുമ്പോട്ട് പോകാം. നമുക്ക് വ്യൂവിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സമയം 9:09 മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് 50 പോയിൻ്റാണ് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പിൽ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഇൻഡെക്സിൻ്റെ ചാർട്ടൊന്ന് ആദ്യം നോക്കാം. അപ്പോൾ നമ്മളിന്നലെ പ്രതീക്ഷിച്ച പോലെ തന്നെ കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കണേ. അപ്പോൾ ഈ ഒരു സ്പേസ് നമുക്കിന്ന് തൽക്കാലം നോക്കിയാൽ മതി. ഇവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് ആയിക്കഴിഞ്ഞാൽ അപ്പർ സൈഡിലേക്കുള്ളൊരു മൂവ്മെൻറ്റും, അതായത് 25,389 ബ്രേക്ക് ചെയ്ത മുകളിലോട്ടും 25,344 ബ്രേക്ക് ചെയ്ത താഴത്തോട്ടുമാണ് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ. അപ്പോൾ സ്ട്രൈക്ക് നമുക്ക് സിയിൽ സെലക്ട് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്ക് 208 എന്ന് പറയുമ്പോൾ ഒരു 20 പോയിൻറ്റിൻ്റെ കൂടെ വ്യത്യാസം വരും. അപ്പോൾ അത് തന്നെ സെലക്ട് ചെയ്യുന്നതാണ് ബുദ്ധി. അപ്പോൾ 25,200 സി നമുക്ക് സെലക്ട് ചെയ്യാം. ഒന്ന് നോട്ട് ചെയ്തിട്ട് ഗ്രൂപ്പിൽ ഇട്ടേക്കണേ. 25,200 സി നമുക്ക് നോട്ട് ചെയ്യാം. പിയിൽ നമുക്ക് 25,500 പി നമുക്ക് നോക്കാം. 25,500 പിയും 25,200 സി ആണ് നമ്മൾ നോട്ട് ചെയ്യുന്നത്. അപ്പോൾ 50 പോയിൻ്റ് എന്ന് പറയുമ്പോൾ കൺസോൾട്ടേഷൻ സോൺ എന്ന് പറയുമ്പോൾ 232 കൺസോൾട്ടേഷൻ സോൺ. 232 ബ്രേക്ക് ചെയ്താൽ മാത്രമേ മാർക്കറ്റ് 245, 259, 265 ഭാഗത്തേക്ക് പിന്നെയും മാർക്കറ്റ് മൂവ് ചെയ്താൽ പോകാൻ പോകുന്നൊരു ഏരിയ 288. അപ്പോൾ നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ടത് 245, 232 കൺസോൾട്ടേഷൻ സോണാണ്. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് സ്ട്രഗിൾ ആവാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. 2 മിനിറ്റിലേക്കും കൂടെ നമ്മൾ കഴിഞ്ഞ ദിവസം അത് 5 മിനിറ്റിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ 2 മിനിറ്റിലേക്കൊന്ന് മാറ്റട്ടെ.
അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ലൈനൊക്കെ അത് തന്നെ 227, 245, 259, 265, 288 അതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ 190 മെയിനായിട്ടുള്ള സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത്. 190 മാക്സിമം പോയി കഴിഞ്ഞാൽ ഏത് ലെവലായിരിക്കും? 187. അതിന് താഴെ ക്യാൻഡിൽ ക്ലോസ് ആയിട്ട് അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ നല്ല രീതിയിലുള്ള ഡംപിലേക്കായിരിക്കും മാർക്കറ്റ് പോകുന്നത്. അപ്പോൾ നമ്മുടെ മാക്സിമം 87, 187 സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിൽ സപ്പോർട്ട് എടുക്കാൻ ഉള്ള ഏരിയ എന്ന് പറഞ്ഞാൽ 195 187 മേ ബി സപ്പോർട്ട് എടുത്തേക്കാം. RSI 2 മിനിറ്റിൽ ഒരു ക്രോസ് ഓവർ രീതിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മളൊരു സപ്പോർട്ട് എടുത്താലും ബാക്കി നമുക്ക് RSIയുടെ കാര്യങ്ങൾ തീരുമാനിച്ച് വേണം എക്സിറ്റ് തീരുമാനിക്കാൻ. അതായത് താഴത്തുനിന്ന് എവിടെ നിന്ന് വന്നാലും 217 കൺസോൾട്ടേഷൻ സോണാണ്. പിന്നെ അവിടെ നിന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ 235 പിന്നെ ഒരു 246 അടുത്ത ഒരു ടാർഗറ്റ് ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 246 ബ്രേക്ക് ചെയ്താൽ 284. അവിടെ നിന്നും നല്ല രീതിയിലുള്ളൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ 378 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് നീങ്ങുന്നത്. ഇപ്പോൾ ഫ്യൂച്ചറിനെ ബേസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 1 അവറിൻ്റെ ടൈം ഫ്രെയിമിൽ ഒരു ഫ്യൂച്ചറിൻ്റെ ചാർട്ടിൽ 1 അവറിൻ്റെ ടൈം ഫ്രെയിമിൽ ഒരു RSIയുടെ ക്രോസ് ഓവർ കാണിക്കുന്നുണ്ട്. 25,360 എന്നുള്ള ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 25,337 സപ്പോർട്ട് എടുക്കാനായിട്ട് വരാൻ തയ്യാറെടുത്തിട്ടാണ് 1 അവർ നിൽക്കുന്നത്. ക്രോസ് ഓവറിൻ്റെ അറ്റത്ത് നിൽക്കുകയാണ്. 30 മിനിറ്റിൽ ഓൾറെഡി ക്രോസ് ഓവർ ഹാഫ് പോർഷൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. 50 മിനിറ്റ്സിൽ ഓൾമോസ്റ്റ് ഒരു സപ്പോർട്ട് ലെവലിൽ ക്രോസ് ഓവർ തന്നെയാണ് നിൽക്കുന്നത്. 5 മിനിറ്റിലും ഡൗൺ സൈഡാണ് നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ 50 ഇനിയിപ്പോൾ അതൊക്കെ കർവ് ചെയ്ത് വരണം. അതുവരെ മാർക്കറ്റ് PE സൈഡാണ് നിൽക്കുന്നത്. പിന്നെ CE സൈഡ് ചെറിയ ചെറിയ പോയിന്റുകൾ നമ്മൾ നോക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി നമ്മളെ മെയിൻ കോൺസെൻട്രേഷൻ ഒരു നല്ലൊരു ബ്രേക്കൗട്ട് കിട്ടിയാൽ നമുക്ക് പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം. സിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ആദ്യം 5 മിനിറ്റിൽ ക്രോസ് ഓവർ ആവണം. പിന്നെ 50 മിനിറ്റ്സിൽ ക്രോസ് ഓവർ ആവാനുണ്ട്. 30 മിനിറ്റിൽ ക്രോസ് ഓവർ ആവാനുണ്ട്. അപ്പോൾ സിയിലേക്കൊരു മൂവ്മെൻ്റ് ഉണ്ടെങ്കിലും താൽക്കാലികമായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉള്ളൂ. ബിഗ് മൂവ്മെൻ്റ് ഒന്നും സിയിൽ കിട്ടാനായിട്ട് ചാൻസ് തൽക്കാലമില്ല. ഏത് നിമിഷവും വരും. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. 50 മിനിറ്റ്സ് ആണ് 9:14 50 പോയിൻ്റാണ് മാർക്കറ്റിൽ ഓൾറെഡി ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്താലും 25,344 പ്ലസ് 50 25,394 380. അപ്പോൾ ഇതിന് മുകളിലാണ്. അപ്പോൾ ജസ്റ്റ് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി ആദ്യം തന്നെ പോകുന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കിയാൽ മതി. ഓപ്പൺ ചെയ്തിരിക്കുന്നത് 227 കൺസോൾട്ടേഷൻ സോണിലാണ്. അപ്പോൾ ഒരു ടിപ്പ് അടിക്കാനുള്ളത് 245 245 കൂടെ ബ്രേക്ക് ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് CE പിന്നെ 250 പോകത്തുള്ളൂ. 227.5 നിലവിലുള്ളതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് പറയുന്നത്. അടുത്ത ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് ക്യാൻഡിൽ 245 കൂടെ ബ്രേക്ക് ചെയ്താൽ പിന്നെ 259 മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. അടുത്ത 2 മിനിറ്റിൻ്റെ ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 245 കൂടെ ഒരു മൂവ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു അപ്പും കൂടെ പോകാനുള്ള ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ 249. നിലവിലെ ഹൈ എന്ന് പറയുന്നത് 244. 245 ബ്രേക്ക് ചെയ്തിട്ടില്ല. അതായത് ആ ഭാഗം ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്നാണ് പറയുന്നത്. അതാണ് മിച്ചം ഇട്ടിട്ട് പോയിരിക്കുന്നത്. RSI സ്റ്റിൽ CE സൈഡിലേക്ക് തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് PE സൈഡിൽ ഒരു ക്രോസ് ഓവർ വരുന്നത് വരെ നമുക്ക് സിയിൽ എന്തെങ്കിലും കൂടെ കുറച്ച് പോയിന്റ് കൂടെ കിട്ടുമെന്ന് നോക്കാം.
അടുത്ത ക്യാൻഡിലിൽ ഒരു സ്ട്രഗിൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അടുത്ത ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സീനെ സംബന്ധിച്ച്. ഡോജി ക്യാൻഡിലോ അല്ലെങ്കിൽ ഒരു അപ് ട്രെൻഡോ കിട്ടിക്കഴിഞ്ഞാൽ താൽക്കാലികമായിട്ട് ആദ്യം പോയി ഹിറ്റ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് വെച്ചാൽ 250 ആയിരിക്കും. പിന്നെ 250 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് 259 ഒരു മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ. നമുക്ക് 187 ബ്രേക്ക് ചെയ്താൽ മാത്രം പീനെ പറ്റി ആലോചിച്ചാൽ മതി. കാരണം പിയിലൊരു ക്രോസ് ഓവർ കറങ്ങിത്തിരിഞ്ഞ് വരണം. 15 മിനിറ്റ്സിൽ സിഇക്ക് ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. 5 മിനിറ്റിലും സിഇക്ക് ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. അപ്പോൾ പിയിലേക്കാണ് നമ്മൾ ആദ്യമേ നോക്കിയത്. പിന്നെ ഇപ്പോൾ മാർക്കറ്റ് മൂവ്മെൻറ്റ് ചെയ്തൊന്ന് കറങ്ങിത്തിരിഞ്ഞ് വരുന്നത് കാരണം സിയിലേക്കുള്ളൊരു ചെറിയ മൂവ്മെൻറ്റ് വന്നുകൂടായികയില്ല. നമ്മളൊരിക്കലും ഈ പറഞ്ഞ പോലെ കണ്ടിന്യൂവേഷൻ ഗ്രീനായിട്ട് ഇങ്ങനെ പോകുമെന്ന് പ്രതീക്ഷിക്കരുത്. മാക്സിമം സിയുടെ മൂവ്മെൻ്റ് ആണെങ്കിലും അതിൽ പിയുടെയൊക്കെ പ്രോഫിറ്റ് നമുക്ക് കിട്ടും. മാക്സിമം പിയുടെ മൂവ്മെൻ്റ് ആണെങ്കിൽ സിയിൽ നമുക്ക് അതിൻ്റെ പ്രോഫിറ്റുകൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. 247 ആയി നിൽക്കുകയാണ്. നമ്മൾ 187 ബ്രേക്ക് ചെയ്യാതെ നമ്മൾ പിയിലേക്ക് നോക്കിയിട്ട് കാര്യമില്ല. കാരണം RSIയുടെ ക്രോസ് ഓവർ ഒന്നും കിട്ടിയിട്ടില്ല. പിയിൽ ക്രോസ് ഓവറോ ഒരു സൂചന ഒന്നും താൽക്കാലികമായിട്ട് കിട്ടിയിട്ടില്ല. അപ്പം നമ്മൾ ചാടിപ്പിടിച്ച് പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്തിട്ട് കാര്യമില്ല. എത്ര വരെ പോയിട്ടുണ്ട്? 247 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. ഈ ഒരു 2 മിനിറ്റിൻ്റെ ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഡോജി ക്യാൻഡിലായിട്ട് ഫോം ചെയ്യുകയാണെങ്കിൽ സിയിൽ ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഈ ക്യാൻഡിൽ പ്രീവിയസ് ക്യാൻഡിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത താഴത്തോട്ടും, സിയുടെ ക്യാൻഡിലിൽ പ്രീവിയസ് ക്യാൻഡിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത താഴത്തോട്ടും ഹൈ ബ്രേക്ക് ചെയ്ത മുകളിലോട്ടും. അതാണ് അതാണ് നമ്മുടെ മുമ്പ് 2 മിനിറ്റിൻ്റെ ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ 2 മിനിറ്റിലെ ക്യാൻഡിലിനെ ബേസ് ചെയ്തിട്ടിരിക്കും മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻ്റ് എന്ന് നമ്മൾ പറയാനായിട്ടുള്ള കാര്യം. കാരണം SMA താഴെ നിൽപ്പുണ്ട്. സിയിൽ SMA താഴെ നിൽപ്പുണ്ട്. പ്രീവിയസ് ക്യാൻഡിലിന് ഹൈ ബ്രേക്ക് ചെയ്താലാണ് മാർക്കറ്റ് 250 മൂവ്മെൻറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് ലെങ്തി ക്യാൻഡിലാണെങ്കിൽ 259 വരെ പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അതായത് ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ സിയിൽ വരുമോ ഇല്ലയെന്ന് നോക്കാനായിട്ട് അതിന് മുമ്പുള്ള ക്യാൻഡിലിൻ്റെ സ്വഭാവം നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 2 മിനിറ്റിൻ്റെ ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, രണ്ടാമത്തെ ക്യാൻഡിൽ എന്ന് പറഞ്ഞത്. 187 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് എങ്ങോട്ട് പോവുള്ളൂ? 195 ഭാഗത്തേക്ക് പോകത്തുള്ളൂ. അല്ലാതെ നമ്മൾ പിയിൽ വലിയ ചാടിക്കയറി കോൺസെൻട്രേഷൻ ചെയ്തിട്ട് കാര്യമില്ല. ഒരു ക്രോസ് ഓവറൊക്കെ പിയിൽ വന്ന് കാണിക്കുന്നതേ ഉള്ളൂ. വൺ 187 ബ്രേക്ക് ചെയ്താൽ 195 ഭാഗത്തേക്കായിരിക്കും. 87 പോലെ 91 വരെ പിയിൽ 187 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമ്മൾ 191 ആദ്യം ഒരു സ്കാൽപ്പിങ് കിട്ടും. അതിനുശേഷം അവിടെ ഒന്ന് കൺസോൾട്ടേഷൻ ചെയ്താൽ മാത്രമാണ് പിന്നെ 195, 213, 217 മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ. കാരണം SMA പിയിൽ നിൽപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി അതൊക്കെ ഒന്ന് മേക്കപ്പ് ചെയ്തിട്ടായിരിക്കും വലിയ മൂവ്മെൻറ്റ് കിട്ടുന്നത്.
RSI Pയിൽ ചെറിയൊരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. പക്ഷെ നിൽക്കുന്ന വൈറ്റ് ഡോട്ടും കൂടെ ഒന്ന് ബ്രേക്ക് ചെയ്ത് പോകണം. നിലവിൽ ഉള്ള ഹൈ ഒന്ന് ബ്രേക്ക് ചെയ്ത് 187 കൂടെ ബ്രേക്ക് ചെയ്താലാണ് നമുക്കൊരു കൺഫേം ആയിട്ടുള്ള മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ. $245 ബ്രേക്ക് ചെയ്താൽ 250 സിയും 187 ബ്രേക്ക് ചെയ്താൽ 195 പിന്നെ ഇപ്പോൾ റിസ്ക് എടുക്കാൻ ആണ്. ഇപ്പോൾ ചിലവരുണ്ടാവും റിസ്ക് എടുക്കാനാണെങ്കിൽ റിസ്ക് എടുക്കാം. സ്റ്റോപ്പ് ലോസ് എന്ന് പറയുമ്പോഴത്തേക്കും 175 വരും. സ്റ്റോപ്പ് ലോസ് 175. ഇപ്പം നിൽക്കുന്നത് 179ലാണ്. അപ്പം 4 പോയിൻ്റാണ് പിയിൽ സ്റ്റോപ്പ് ലോസ്. അപ്പോൾ അവിടെ നമുക്കൊരു എൻട്രി എടുക്കാം. എൻട്രി എടുത്താലും നമ്മൾ അത് എവിടെ മേക്ക് ഓവർ ചെയ്യും. ഇൻ കേസ് അത് സ്റ്റോപ്പ് ലോസ് അടിച്ചെന്ന് വിചാരിച്ചോ, അത് സ്റ്റോപ്പ് ലോസ് അടിക്കുവാണെങ്കിൽ 4 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് അടിക്കുവാണെങ്കിൽ 245 മുതൽ 250 വരെ എടുത്തുകൊണ്ട് അത് മേക്ക് ഓവർ ചെയ്യാം. 187 ബ്രേക്ക് ചെയ്യാതെ ഒരു കൺഫേം മൂവ്മെൻറ്റ് കിട്ടില്ല. പിന്നെ ചിലവർക്കുണ്ട് നേരത്തെ എടുക്കണം എന്നുള്ളൊരു ടെൻഡൻസി വരുന്ന ആൾക്കാരാണെങ്കിൽ അവിടെ ഒരു പ്ലാൻ ബി എന്നുള്ളൊരു ഓപ്ഷൻ വെച്ചുകൊണ്ട് അവിടെ നമുക്കൊരു എൻട്രി പോസിബിളാണ്. അപ്പോൾ അത് ലോസ് ആയാലും നമ്മൾ സിയിൽ 245 തൊട്ട് 250 വരെ പിടിക്കാം എന്നുള്ള കോൺഫിഡൻ്റ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ പിയിൽ കയറുക. പിയിലും ചെറിയ മൂവ്മെൻ്റൊക്കെ വരും. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ RSIയുടെ ഒരു കൺഫർമേഷൻ റെഡിലേക്ക് കയറിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒരു ബിഗ് മൂവ്മെൻറ്റ് എന്തായാലും വരും. ഇപ്പോൾ എന്തായാലും ഒരു 10-15 പോയിൻറ്റിൻ്റെ സിംഗിൾ ക്യാൻഡലിൻ്റെ മൂവ്മെൻറ്റ് വലിയ താമസമില്ലാതെ വരും. RSI പിയിലേക്ക് ഡൈവർജൻസ് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് റിസ്ക് എടുക്കാം ഒരു പരിപാടി അവിടെ ആലോചിക്കുന്നത്. പോയാലും 4 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് കിട്ടിക്കഴിഞ്ഞാൽ 190, 195 210 വരെയൊക്കെ പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇൻ കേസ് അത് സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്യുകയാണെങ്കിൽ മാത്രം നമുക്ക് സിയിൽ 245 തൊട്ട് 250 വരെ അത് പിടിച്ച് മേക്ക് ഓവർ ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം അതുവരെ റെഡും ഗ്രീനൊക്കെ കാണിക്കും. പക്ഷേ നമ്മൾ അതിൽ കോൺസെൻട്രേഷൻ ചെയ്ത് നിൽക്കണം. സേഫായിട്ടുള്ളൊരു മൂവ്മെൻ്റ് എന്ന് പറയുമ്പോൾ 187, ഒരു 185 ഒക്കെ ബ്രേക്ക് ചെയ്താലും വലിയ പ്രശ്നങ്ങളില്ല. നമുക്ക് ധൈര്യമായിട്ട് എവിടെ വേണമെങ്കിലും എൻട്രി എടുക്കാം. പക്ഷേ എൻട്രി എടുക്കുമ്പോഴൊരു പ്രശ്നം, നമ്മൾ ഓപ്പോസിറ്റ് അതിന് വേണ്ടിയിട്ടുള്ളൊരു മാർഗം കണ്ടുവെച്ചുകൊണ്ട് വേണം നമ്മൾ എൻട്രി എടുക്കാനായിട്ട്. കാരണം അവിടെ റിസ്ക് എടുക്കാൻ തയ്യാറായത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ RSI ക്രോസ് ഓവർ പിയിലാവുന്നുണ്ട്. അത് ആ റെഡിലേക്കും കൂടെ കയറി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 190 വരെ പോകും. ഇപ്പോൾ 175 ആണെങ്കിൽ 15 പോയിൻ്റ് നമുക്ക് ഈസി ആയിട്ട് കിട്ടും. പോയി കഴിഞ്ഞാൽ 5 പോയിൻ്റ്, 5 പോയിൻ്റ് നമുക്ക് സിയിൽ ഓട്ടോമാറ്റിക്കായിട്ട് പിടിച്ചെടുക്കാനും പറ്റും. ഇപ്പോൾ 197 എന്നുള്ള ലൈൻ 187 എന്നുള്ള ലൈൻ ഞാനൊന്ന് മാറ്റുകയാണ്. കാരണം ആ ഒരു ഭാഗത്തേക്ക് ലൈൻ ഇറങ്ങി വന്നിട്ടുണ്ട്. 188 ഒരു ലൈൻ ഡോട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ബ്ലൂ ലൈൻ വെക്കുന്നതിൽ അർത്ഥമില്ല. ഏത് എൻട്രിയും പേടി ഇല്ലാതെ എടുക്കാനായിട്ട് ഈ ഒരു മെത്തേഡ് മാത്രമാണ് നമുക്ക് ആപ്റ്റായിട്ടുള്ളത്. ഇപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു 245 ബ്രേക്ക് ചെയ്ത് 250 പോയി കഴിഞ്ഞാൽ ചിലവർ ഇറങ്ങില്ല. എന്നാൽ ഒരു 259 വരെ പോട്ടെ എന്നും പറഞ്ഞ് വെച്ചോണ്ടിരിക്കും. അപ്പോഴെന്ത് ചെയ്യും, അത് വീണ്ടും താഴത്തോട്ട് വന്നിട്ട് പിന്നെ മൂവ് ചെയ്യുമ്പോഴത്തേക്കും മറ്റേതും പോകും ഇതും പോകും. കഴിഞ്ഞ ദിവസം ഇങ്ങനത്തെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടായതാണ്. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ചയിൽ 175 175ലാണ് നമ്മൾ എൻട്രി പ്ലാൻ ചെയ്ത് ഇവിടെ വെച്ചിട്ട്. 175 എൻട്രി പ്ലാൻ ചെയ്തിട്ട് നമ്മൾ വെച്ച സ്റ്റോപ്പ് ലോസ് 170 ആയിരുന്നു. ആ 4 പോയിൻ്റ് സ്റ്റോപ്പ് ലോസിലാണ് ആ പിയുടെ എൻട്രി നമ്മൾ പ്ലാൻ ചെയ്ത്. അത് ഓൾറെഡി ഇപ്പോൾ എത്ര വരെ പോയിട്ടുണ്ട്, 84 വരെ പോയിട്ടുണ്ട്. 9 പോയിൻ്റ് ഈ പറഞ്ഞ പോലെ നമ്മൾ റിസ്ക് എടുത്തിട്ട് ഉള്ള മൂവ്മെൻറ്റിലാണ് 9 പോയിൻ്റ്. 185 കൂടെ ബ്രേക്ക് ചെയ്താൽ 188 ആ രീതിയിലായിരിക്കും മൂവ് ചെയ്യണത്.
ചെറിയൊരു സ്റ്റക്ക് വന്നിട്ടുണ്ട് ചാർട്ടിന്. കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു സമയത്തൊരു ഹാങ് വരുന്നുണ്ട്. നിഫ്റ്റി 25,500. ഓക്കെ, 259 വരെ മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇതിൽ 258. അതിൻ്റെ ഇടക്ക് ചാർട്ടൊന്ന് സ്റ്റക്കായി. ഇപ്പം നിൽക്കുന്നത് 161-ലാണ്. അപ്പം നമ്മൾ ഇവിടെ റിസ്കി എൻട്രിയാണ് എടുത്തത്. 187 ബ്രേക്ക് ചെയ്യാതെ മാർക്കറ്റ് നല്ല രീതിയിൽ മുകളിലോട്ട് പോകില്ല. അപ്പോൾ റിസ്കി എൻട്രിയാണ് ഇവിടെ എടുക്കുന്നത്. എങ്കിലും നമുക്കവിടെ 180 വരെ കിട്ടിയിട്ടുണ്ടായി. അതായത് നമ്മൾ എടുത്തത് 177 187 വരെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു 5-8 പോയിൻ്റ് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ദെൻ അടുത്ത മൂവ്മെൻറ്റ് നമ്മൾ പറഞ്ഞത് 245 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 250. കാരണം 250 നേരത്തെ മിച്ചമിട്ടിട്ട് പോയതാണ്. 250 നേരത്തെ ടച്ച് ചെയ്യാതെ 249 വന്ന് മിച്ചുവിട്ട് പോയപ്പോൾ നമ്മൾ പറഞ്ഞാണ് ഇത് നമ്മൾ സ്ഥിരം കാണുന്ന കലാപരിപാടിയാണ്. അപ്പം അതുകൊണ്ട് ഈ ഭാഗത്തേക്ക് തിരിച്ചു വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് 2 ലൈൻ വരച്ചിട്ടു. ഒന്ന് 259, പിന്നെ ഒന്ന് 265. അപ്പോൾ അതിനകത്ത് 200 എത്ര വരെ വന്നിട്ടുണ്ട്? 260 വരെ വന്നിട്ടുണ്ട്. അപ്പോൾ 45 ബ്രേക്ക് ചെയ്ത് പോയ മൂവ്മെൻറ്റ് 45, 50, 60. അപ്പോൾ ഇവിടെ കിട്ടിയ പോയിൻ്റ് എടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയുന്നൊരു കേസാണ്, നമ്മളെപ്പോഴും മാർക്കറ്റ് അപ്സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഒന്നെങ്കിൽ സ്റ്റോപ്പ് ലോസ് കയറ്റി ഇടുക, ഇല്ലെങ്കിൽ കോസ്റ്റ് ടു കോസ്റ്റ് ഇടുക, ഇല്ലെങ്കിൽ ഒരു പോയിന്റിൽ ഇടുക. നമ്മുടെ എൻട്രി 187 ബ്രേക്ക് ചെയ്താലാണ് നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് പിയിൽ കിട്ടത്തുള്ളൂ. അല്ലാത്തടത്തോളം കാലം അത് റിസ്കി എൻട്രി ആണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾമോസ്റ്റ് പറഞ്ഞു വെച്ചിരിക്കുന്ന കേസുകളാണ്. രണ്ടാമത്തെ കേസ്, പിയിൽ RSI റെഡിലേക്ക് വന്നിട്ടില്ല. അത് റെഡിലേക്ക് കയറിയാൽ മാത്രമാണ് നമുക്കൊരു കൺഫേം മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് കയറുന്ന സമയത്ത് 187 കൂടെ ബ്രേക്ക് ചെയ്യണം എന്നതായിരുന്നു നമ്മളുടെ ആഗ്രഹം. അപ്പോൾ നമുക്കറിയാം മാർക്കറ്റ് സി സൈഡാണ് നിൽക്കുന്നത്, പിയിലേക്ക് പോയിട്ടില്ല. അപ്പോൾ നമ്മളതനുസരിച്ചിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ ഡയറക്ഷണൽ ട്രേഡ് ചെയ്യുമ്പോഴത്തേക്കും നമ്മളെപ്പോഴും കോസ്റ്റ് ടു കോസ്റ്റോ ഒരു പോയിൻ്റോ ഒക്കെ നമ്മൾ കയറ്റി വെക്കാനായിട്ട് ശ്രമിക്കണം. അതല്ലാതെ ഞാൻ ആന കുത്തിയാലും, ഞാൻ ആന കുത്താൻ വന്നാലും എൻ്റെ സ്റ്റോപ്പ് ലോസ് ഞാൻ മാറ്റൂല എന്നുള്ള തീരുമാനം എടുക്കുന്നവർക്കാണ് കിട്ടിയ പ്രോഫിറ്റും കൂടെ പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നത്. ഇവിടെ 4 പോയിൻ്റാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് എൻട്രി എടുത്തത്. 174 എടുത്തിട്ട് 4 പോയിൻ്റ് വേണ്ട, 175 എടുത്തിട്ട് 4 പോയിൻ്റാണ് സ്റ്റോപ്പ് ലോസ് വെച്ചത്. അത് 180 വരെ മാർക്കറ്റ്, 84 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. 87 ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ 75, 10, 85, 10 പോയിൻ്റ് പോട്ടെ. അത് താഴത്തോട്ട് വരുമ്പോൾ നമുക്ക് 1 പോയിൻ്റോ 2 പോയിൻ്റോ വേണമെങ്കിൽ കയറ്റി വെക്കാം, അല്ലെങ്കിൽ 5 പോയിൻ്റിൽ ഇറക്കാം, പ്രശ്നങ്ങളൊന്നുമില്ല. മാർക്കറ്റ് പിന്നെ ഇന്ന് കൺസോൾട്ടേഷൻ ആയിരിക്കും എന്നുള്ള കാര്യങ്ങൾ ഇന്നലത്തെ വീഡിയോയിൽ ഓൾമോസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ന്യൂട്രൽ ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പക്ക കൺസോൾട്ടേഷൻ ആയിരിക്കും, അതിനുശേഷമായിരിക്കും ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടാവുന്നതെന്ന് ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്തതാണ്. ഇനി 260 ബ്രേക്ക് ചെയ്താൽ 265 65 ബ്രേക്ക് ചെയ്താൽ ഇപ്പോൾ ഒരു സപ്പോർട്ടാണ് എടുത്തിരിക്കണേ. എവിടെ എടുത്തിരിക്കണേ അത് ഞാൻ പറയാൻ വിട്ടുപോയി, സോറി. 247 എന്നുള്ള ഈ ഒരു റെഡ് ഡോട്ടിൽ ഒരു സപ്പോർട്ട്. അപ്പോൾ ഇതൊരു ഇൻസൈഡ് ബാർ ക്യാൻഡിലായിട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ 260 ബ്രേക്ക് ചെയ്താൽ 265. കാരണം 15 മിനിറ്റ്സിലേക്ക് അപ്പർ സൈഡാണ് നിൽക്കുന്നത്. 5 മിനിറ്റിൽ മാർക്കറ്റ് അപ്പർ സൈഡിലാണ് ഫ്യൂച്ചർ ചാർട്ടിൽ നിൽക്കുന്നത്. അതേപോലെ 30 മിനിറ്റിൽ ഒരു മടക്ക് വന്നിട്ടുണ്ട് സി സൈഡിലേക്ക്. അതേപോലെ തന്നെ 1 അവറിൽ ക്രോസ് ഓവർ വന്നിട്ടേ ഉള്ളൂ, അത് റെഡിലേക്ക് കയറുന്നത് വരെ അവസരങ്ങളും ഉണ്ട്. പിന്നെ രണ്ടാമത്തെ കേസ് പിയിൽ നമുക്ക് ഇനി ഒരു എൻട്രി പോസിബിൾ ആണോ എന്നുണ്ടെങ്കിൽ ഇത് റെഡിലേക്ക് കയറും. ഞാൻ
അതാണ് പറഞ്ഞത്, ഇത് റെഡിലേക്കും കൂടെ കയറാതെ നമുക്കൊരു കൺഫർമേഷൻ കിട്ടില്ല. അതുവരെ നമ്മൾ എടുക്കുന്ന ട്രേഡ് മാക്സിമം റിസ്കി ട്രേഡാണ്. അത്ര റിസ്ക് ആയിട്ടുള്ള ട്രേഡ് എടുത്തിട്ടും 15 പോയിന്റ് അവിടെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ബാക്കിയും കൂടെ വെയിറ്റ് ചെയ്യാം. കാരണം സീന് ഇൻഡെക്സിനെ സംബന്ധിച്ച് ഒരു ഭാഗത്തേക്ക് എത്താനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പോക്കാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 265 നമ്മൾ 2 ലൈൻ അവിടെ വരച്ച് വെച്ചതിൻ്റെ റീസൺ അതാണ്. ആദ്യം ഒന്ന് റിജക്ഷൻ ആവും, അതിനുശേഷം ഇതിവിടെ സപ്പോർട്ട് എടുക്കുന്ന കാര്യം നമുക്ക് മനസ്സിലായി. ഞാൻ ആ അനലൈസിൻ്റെ പുറകെ പോയതുകൊണ്ട്, അല്ലെങ്കിൽ ഈസി ആയിട്ട് ഈ ഒരു റീസപ്പോർട്ട് എടുക്കുന്ന സമയത്ത് നമുക്കത് പോസിബിളായിട്ട് നമുക്ക് കൊണ്ടുപോകാമായിരുന്നു. അപ്പോൾ നോക്കിയേ, 245 55 60 വരെയുള്ളൊരു മൂവ്മെൻറ്റ് 15 പോയിൻ്റ് അവിടെ ഇറങ്ങാം. താഴത്തുനിന്ന് കയറിയില്ലെങ്കിലും വേണ്ട, 265 ബ്രേക്ക് ചെയ്യുമ്പോൾ 60 ബ്രേക്ക് ചെയ്യുമ്പോൾ 65 ഇട്ടുള്ള അടുത്ത 5 പോയിൻ്റ്. ഇനി അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 288 മാർക്കറ്റ് പതുക്കെ 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 മൂവ് ചെയ്യുന്നത്. കാരണം ഫ്യൂച്ചറിൽ നോക്കട്ടെ, ഈ 3 കാരണം ഇനിയിപ്പോൾ ഈ ആരുമൊക്കെ ഒന്ന് റെഡി ആയിട്ട് വരണം. ഈ കാരണം ഒരു മൗസാണ് യൂസ് ചെയ്യണം 3 സ്ക്രീന് വേണ്ടിയിട്ട്. മിനിറ്റ്സിലും അപ്പർ സൈഡാണ് നിൽക്കുന്നത്. ഇനി കുറച്ച് കറക്ഷൻസ് വരും കേട്ടോ. കാരണം ഇനി ഇവിടെ ഈ SMA വരാനായിട്ടുണ്ട് 2 മിനിറ്റിൽ. ഇവിടെ SMA താഴത്താണ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും പിയിൽ കുറച്ച് മൂവ്മെൻറ്റ് കിട്ടും. ഇത് റെഡിലേക്കും കൂടെ വരാതെ നമുക്കൊന്നും പറയാനായിട്ട് പറ്റത്തില്ല. ഇപ്പോൾ ഒരു RSI നോക്കി നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ നമ്മളത് കാത്തിരിക്കണം നല്ലപോലെ. പക്ഷെ അതിനിടക്ക് നമുക്ക് റിസ്ക് എൻട്രി ഇവിടെ ഉണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല. എന്നിരുന്നാലും നമ്മൾ സ്റ്റോപ്പ് ലോസ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇനി എപ്പോഴാണ് ഒരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടണമെന്ന് വെച്ചാൽ 168 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് 168 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമുക്കിനി പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യേണ്ട കാര്യമുള്ളൂ. നിലവിലുള്ള സിയുടെ ക്യാൻഡിലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമ്മൾ 288 കോൺസെൻട്രേഷൻ ചെയ്യേണ്ടതുള്ളൂ. നമ്മൾ പറഞ്ഞ 187 മേളിലോട്ട് മാർക്കറ്റ് പോയിട്ടേ ഇല്ല. വളരെ സേഫായിട്ടുള്ള മൂവ്മെൻറ്റ് 187 ബ്രേക്ക് ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞ് അതിന് മുമ്പ് റിസ്ക്കിയുള്ള എൻട്രി എടുത്തു. ഞാൻ വീണ്ടും വീണ്ടും അത് പറയുന്നത് ആ ഒരു സിറ്റുവേഷൻ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ റീക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടുത്തൊരു മൂവ്മെൻറ്റ് വരാനായിട്ടുള്ള, അതായത് പിന്നെയും പിയിലേക്ക് RSI ഡൈവർജൻസ് ആയിട്ടുണ്ട്. ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. 165 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 167 ചെറിയ മൂവ്മെൻറ്റ്, 67 കൂടെ ബ്രേക്ക് ചെയ്താൽ പിയിൽ 189 വരെയുള്ള മൂവ്മെൻറ്റാണ് നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. അത് 185 ഒന്നും കൂടെ ചുരുങ്ങാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നിലവിലുള്ള ക്യാൻഡലിൻ്റെ ഹൈ ഏകദേശം ഒരു 162 നമുക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 166 മൂവ്മെൻറ്റ് കിട്ടും. അല്ലാതെ നമ്മൾ പിയിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല. അത് റെഡിലേക്കും കൂടെ കയറാതെ നമുക്ക് ഉറപ്പിച്ച് ഹോൾഡ് ചെയ്യാൻ പറയാനായിട്ടുള്ളൊരു കപ്പാസിറ്റി ഇല്ല. കാരണം 5 മിനിറ്റിൽ RSI ഹൈവേ സൈഡിലാണ് നിൽക്കുന്നത്. ഒരു ബ്രേക്കൗട്ടൊക്കെ കിട്ടിയ സി പറക്കും ഇപ്പോൾ 288. കാരണം 5 മിനിറ്റിൽ RSI ഹൈവേ സൈഡിൽ കയറി ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി ഉണ്ടാകുന്ന മൂവ്മെൻറ്റിന് വളരെ സിയിലാണെങ്കിലും ശരി പിയിലാണെങ്കിലും ശരി ഉണ്ടാകുന്ന ക്യാൻഡിലിൻ്റെ ലെങ്ത്ത് വളരെ വലുതായിരിക്കും. അടുത്ത 5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ, അതായത് 9:45 ശേഷമുള്ള മൂവ്മെൻറ്റ് ബിഗ് മൂവ്മെൻ്റ് ആവാൻ പോസിബിലിറ്റി ഉണ്ട്. 5 മിനിറ്റിൽ RSI അപ്പർ സൈഡാണ്. ഈ 15 മിനിറ്റ്സിൽ കണ്ടോ, നമ്മൾ പറഞ്ഞത് ഇനി ഉണ്ടാകാൻ പോകുന്ന ക്യാൻഡിലിന് സ്ട്രെങ്ത്ത് വളരെ കൂടുതലായിരിക്കും. ഒറ്റയടിക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണത്. 200 എവിടം വരെ എത്തി? 288 അടുത്ത് വരെ എത്തി. ഏകദേശം
ഒക്കെ നോക്കിയാൽ മതി കേട്ടോ. നമ്മൾ പറയണ അക്കുറേറ്റ് 288-35 നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്ത് വെക്കേണ്ട കാര്യമില്ല. ആ 5 മിനിറ്റിൽ RSI അപ്പർ സൈഡിലേക്ക് കയറി 292 എത്തി. 25,500 വരെ ഫ്യൂച്ചർ മൂവ് ചെയ്യാനായിട്ടുള്ള ചാൻസിലാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. 25,500 എക്സ്പാൻഷൻ ആയിട്ടുണ്ട് 30 മിനിറ്റ്. ഓക്കെ, അപ്പോൾ ആ മൂവ്മെൻറ്റും മാർക്കറ്റിൽ ഓൾറെഡി നമ്മൾ ടാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ 2 ലൈൻ അടുപ്പിച്ച് വരച്ചത്. അപ്പോൾ 65 65 75 85 90 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. അതായത് സിംഗിൾ ക്യാൻഡിൽ നമ്മൾ രാവിലോട്ട് പ്രതീക്ഷിക്കുന്നതാണ്, സിംഗിൾ ക്യാൻഡിലെ മൂവ്മെൻറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 65 75 85 92 വരെ പോയിട്ടുണ്ട്. വേണ്ട, അത്രയും വേണ്ട, 88 90 വരെ ആണെങ്കിലും 75 85 90 25 പോയിൻ്റാണ് ഇവിടെ മൂവ് ചെയ്ത് നമുക്ക് കിട്ടിയേക്കണേ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് എന്താ, 245 ബ്രേക്ക് ചെയ്താൽ 260 വരെയും, പിന്നെ 260 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 265 വരെയും, 265 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് 288 വരെ ആയിരിക്കും നമ്മൾ ഉണ്ടാവുമെന്ന് പറഞ്ഞത് ഏകദേശം. നമ്മളിവിടെ പറഞ്ഞത് എന്താ, പിയിൽ പറഞ്ഞത് 162 ബ്രേക്ക് ചെയ്യാതെ നമ്മൾ പിയിലേക്ക് നോക്കണ്ട എന്നാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ആ ലൈൻ ഫില്ല് ചെയ്യുന്നതിൻ്റെ ലെങ്ത്ത് നിങ്ങൾ നോക്കണം. ഞാൻ 260 തൊട്ട് 265 വരെ പറഞ്ഞിട്ടുള്ളൂ. ഇനി അത് ബ്രേക്ക് ചെയ്താൽ നമുക്ക് നോക്കിയാൽ മതി 288 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എവിടെയൊക്കെ പറഞ്ഞ പോലെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അത് കോസ്റ്റ് ടു കോസ്റ്റ് പോയാലും ഇവിടെ ആ കോസ്റ്റ് ടു കോസ്റ്റ് ഓൾമോസ്റ്റ് റിക്കവർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും 5 പോയിൻ്റ് കിട്ടിയിട്ടുണ്ട്, വീണ്ടും കിട്ടിയിട്ടുണ്ട്. അപ്പം അത് കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് ഇടണം. നമുക്ക് അടുത്ത എൻട്രി എടുക്കാനുള്ള പ്ലാനിങ് വേണം. നോക്കിക്കേ, പിയിലേക്ക് 187 മേലിൽ പോവാതെ മാർക്കറ്റിൽ മൂവ്മെൻറ്റ് കിട്ടില്ല എന്ന് പറഞ്ഞ സാധനമാണ് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം, കാത്തിരിക്കണം. അല്ലാതെ ഓടിച്ചാടി കയറി ഇവിടെ മനസ്സോടെയാണ് ഇവിടെ ഒരു എൻട്രി എടുത്തത്. പക്ഷേ അത് 10-15 പോയിൻ്റ് മൂവ് ചെയ്തിട്ടുണ്ട്, അത് വേറെ കാര്യം. അതവിടെ നിൽക്കട്ടെ. 25,500 30 മിനിറ്റിൽ 25,500 മാർക്കറ്റിൽ കീപ്പ് ചെയ്യാനായിട്ട് നിൽപ്പുണ്ട്. നമ്മൾ എന്തായാലും പിയിൽ 5 പോയിൻ്റ് പോയിട്ടുണ്ടെങ്കിൽ ആ 5 പോയിൻ്റ് നമ്മൾ പിയിൽ നിന്ന് എടുത്തിട്ടേ എന്ന് മാർക്കറ്റ് വിടത്തുള്ളൂ. അത് ഞാൻ ഉറപ്പ് വരാം. പിയിൽ പോയത് പിയിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാം, സിയിൽ കിട്ടിയിട്ടുണ്ടെങ്കിലും. പിയിൽ മൂവ്മെൻറ്റ് വരും, വരാതിരിക്കുകയൊന്നുമില്ല. അതാ SMA വരുന്നതനുസരിച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാം. കാരണം ഇവിടെ പിയിൽ എന്തായാലും ഒരു 10-15 പോയിൻറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് കിട്ടാനായിട്ടുണ്ട്. അതും കൂടെ എടുത്തിട്ട് നമുക്ക് ലൈവ് വൈൻഡപ്പ് ചെയ്യാം. കാരണം ഇവിടെ RSI ക്രോസ് ഓവർ ചെയ്ത് ഇങ്ങോട്ട് കയറണ വരെ അങ്ങനെ തന്നെയാണ്. പിന്നെ നമ്മൾ മെജോറിറ്റി നമ്മുടെ മെയിൻ കോൺസെൻട്രേഷൻ എല്ലാം സിയിലേക്കാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 288 പോയി. അത് കഴിഞ്ഞിട്ട് വീണ്ടും പിയിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യണം. എന്തായാലും പിയിലേക്ക് മൂവ്മെൻറ്റ് വരും. കൃത്യമായിട്ട് കയറുക, കൃത്യമായിട്ട് ഇറങ്ങുക. ഇത് ചെയ്താൽ തന്നെ എത്ര പോയിൻ്റാണ്. സ്റ്റോപ്പ് ലോസിനെ റെസ്പെക്റ്റ് ചെയ്യാത്തടത്തോളം കാലം പ്രോഫിറ്റ് കിട്ടും എന്നുള്ളൊരു ചിന്ത ഒരു ട്രേഡേഴ്സിനും പാടില്ല. കാരണം ഇത്രയും മൂവ്മെൻറ്റ് ഇങ്ങനെ അതാ ഇവിടെ ഒരു മടക്ക് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് നേരം പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം. അതെങ്ങനെയെങ്കിലും നമുക്ക് കൊണ്ടുവന്ന് ഈ 177 അല്ലെങ്കിൽ മഞ്ഞ ലൈനോ എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് മുട്ടിക്കാം. അതിനുശേഷം നമുക്ക് ലൈവ് വൈൻഡപ്പ് ചെയ്യാം. പിയിലേക്ക് RSI ഡൈവർജൻസ് ആവുന്നുണ്ട്. 156 ആദ്യത്തെ ഒരു റിജക്ഷൻ ഏരിയ എന്ന് പറയണത്. 156 ആണ്. ആ റെഡിലേക്കും കൂടെ ഒന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് പിയിൽ 228 ബ്രേക്ക് ചെയ്യാതെ ഒരു കാരണവശാലും നമ്മൾ സിയിലേക്ക് ഇനി കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല. ഇനി കുറച്ച് നേരം നമ്മൾ പിയിലേക്കാണ് കോൺസെൻട്രേഷൻ ചെയ്യണത്. ഈ റെഡൊന്നും ഒരു റെഡായിട്ടൊന്നും ഞാൻ നോക്കുന്നില്ല. ഇവിടെ ഇതൊരു മടക്ക് വന്നിട്ടുണ്ട്. ഇത് റെഡിലേക്ക് കയറാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്.
പി റെഡ് വന്നെന്ന് വെച്ചിട്ട് അത് പിയുടെ മൂവ്മെൻ്റ് അല്ലാതിരിക്കണം എന്നുള്ള തീരുമാനമൊന്നുമില്ല. എന്നെ സംബന്ധിച്ച് ഞാൻ ഇനിയിപ്പോൾ സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നില്ല. എൻ്റെ കോൺസെൻട്രേഷൻ മുഴുവൻ ഇനി പിയിലാണ്. നൂറ്റി അൻപത്തൊന്ന് 156 ഒരു റിജക്ഷൻ വന്നേക്കാം. 156 കൂടെ ബ്രേക്ക് ചെയ്താൽ പിന്നെ മാർക്കറ്റ് 165 മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ റെഡിലേക്ക് ആവുന്നുണ്ട്. ഏകദേശം ഒരു കൺഫേം ഒക്കെ ആയി വരുന്നുണ്ട്. ടു 154 ആയിട്ടുണ്ട്. 155.29 ആണ് ഒരു റിജക്ഷൻ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ആ 155.27 അതും കൂടെ ഒന്ന് ബ്രേക്ക് ചെയ്താൽ സ്മൂത്തായിട്ട് നമുക്കൊരു 164 പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. $155.19. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ചാർട്ടിൽ സിയിൽ 265.71 ആണ് ഒരു സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്യണേ. ആ 265.72 എന്നുള്ളതും കൂടെ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് നമ്മൾ നേരത്തെ ബ്രേക്ക് ചെയ്തൊരു ഏരിയ ഉണ്ടല്ലോ 257, ആ ഒരു ലൈൻ ഞാൻ മായ്ക്കാം. അങ്ങോട്ടായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. കാരണം ഇപ്പോൾ ഒഴുക്കിനെതിരെ ആട്ടോ പിയിൽ നീന്തണേ. ആ ഒരു കാര്യം നമുക്ക് എപ്പോഴും ഓർമ്മ വേണം. താഴത്തുനിന്ന് എൻട്രി എടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ കോസ്റ്റ് ടു കോസ്റ്റോ ഒരു പോയിൻ്റോ ഒക്കെ കയറ്റി വെക്കണം. കാരണം ഹയർ ടൈം ഫ്രെയിമിൽ 15 മിനിറ്റ്സിൽ മാർക്കറ്റ് ഓൾറെഡി ഈ ഒരു മൂവ്മെൻറ്റ് കിട്ടിയാലും ഇതൊരു 10 മണി വരെ കിട്ടാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളൂ. 10-10:15 വരെയാണ് ഈ പിയിലൊരു മൂവ്മെൻറ്റ് കിട്ടിയാലും കിട്ടത്തുള്ളൂ. 10:15 കഴിയുമ്പോൾ മിക്കവാറും ഡയറക്ഷൻ മാറാനായിട്ടുള്ള പോസിബിലിറ്റി കാണുന്നുണ്ട്. അപ്പം അതുവരെ നമുക്ക് പിയിൽ ഒഴുക്കിനെതിരെ നീന്തുക എന്നുള്ള മെത്തേഡാണ്. അപ്പം നമ്മളെപ്പോഴും സിയിലൊരു മൂവ്മെൻറ്റ് പ്രതീക്ഷിച്ചുകൊണ്ട് വേണം പിയിൽ നമ്മൾ കളിക്കാനായിട്ട്. എന്തുകൊണ്ടാണ് പിയിൽ നമ്മൾ വീണ്ടും റിസ്ക് എൻട്രി എടുക്കണമെന്ന് വെച്ചാൽ ഇവിടെ ഒരു SMA നിൽപ്പുണ്ട്. ആ ഒരൊറ്റ ബലത്തിലാണ് വീണ്ടും റിസ്ക് എടുത്തൊരു എൻട്രി നമ്മൾ എടുക്കുന്നത്. 155, 157, 157.5. നെക്സ്റ്റ് ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. 2 മിനിറ്റിൻ്റെ നെക്സ്റ്റ് ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ക്യാൻഡിൽ 2 മിനിറ്റിൻ്റെ അപ്പർ സൈഡിലേക്ക് പോയാൽ അപ്പം ആവുള്ളൂ. ഇവിടെ 265 ഒരു സപ്പോർട്ട് എടുക്കാനായിട്ട് സി ശ്രമിക്കുന്നുണ്ട്. ഉറപ്പൊന്നുമില്ല. നെക്സ്റ്റ് ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആകെ പ്രതീക്ഷ ഈ SMA ഉള്ളിടത്തോളം നമുക്കൊരു പ്രതീക്ഷ ഇപ്പോൾ നിലവിലുണ്ട്. ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യം, ഇപ്പോൾ ഇത് നെക്സ്റ്റ് ക്യാൻഡിൽ ഇവിടെ നിന്ന് നേരെ ഡൗൺ ആയിട്ട് ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തു എന്ന് വിചാരിച്ചോ. ഒരു പ്ലാൻ ബി, ഇത് ബോട്ടം ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ SMA പതുക്കെ അതായത് അടുത്തൊരു സിംഗിൾ ക്യാൻഡിലിൽ 140 പി ഫാളായെന്ന് വിചാരിച്ചോ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 157 അവിടെ വരുമ്പോൾ ട്രെയിൽ ചെയ്ത് നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോവിലേക്ക് വെച്ചു. 152 ട്രെയിൽ ചെയ്ത് വെച്ചെന്ന് വിചാരിച്ചോ. നേരെ താഴത്തോട്ട് വന്നിട്ട് വീണ്ടും തിരിച്ചു കയറുമ്പോൾ ഈ SMA എന്ത് ചെയ്യും, കറങ്ങി തിരിഞ്ഞ് 257 വരും.
ഇപ്പോൾ സെക്കൻഡ് പോയിന്റിലാണ് 157 ആണ് ഇടിച്ച് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, പിയിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടുണ്ടോ അതെന്തായാലും പിയിൽ നിന്ന് തന്നെ നമ്മൾ തിരിച്ചു പിടിക്കുമെന്നാണ് നമ്മൾ പറഞ്ഞത്. തിരിച്ചു പിടിക്കാൻ 2 പോയിന്റ് കൂടുതലും കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ക്യാൻഡിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാൻഡിലാണ് 2 മിനിറ്റ്. ഇനി 157 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് 164 പോകത്തുള്ളൂ. RSI എന്തായാലും പീക്ക് അനുകൂലമായിട്ട് നിൽക്കുന്നത്, അതുകൊണ്ടാണ് ഇത്ര ഒരു ചെറിയൊരു ഡൗൺ വരുമെന്നൊക്കെ നമ്മൾ പറയുന്നതിൻ്റെ റീസൺ. ഇവിടെയും SMA അടുത്ത് നിൽക്കുകയാണ്. ഈ RSI ഇത് പോയി ക്രോസ് ഓവർ ആയിട്ടേ നമുക്ക് സിയിലേക്കുള്ളൊരു കോൺസെൻട്രേഷൻ കൊടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം നമ്മൾ പറഞ്ഞത് അടുത്ത ക്യാൻഡിൽ, അതായത് 157.5 നമ്മൾ ഇറങ്ങിയാൽ താഴത്തോട്ട് വരികയാണെങ്കിൽ പിന്നെ നോക്കാം. കാരണം അത് സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് SMA 157 ഭാഗത്തേക്ക് വരും, അപ്പോഴായിരിക്കും പോയി മുട്ടുള്ളൂ. അപ്പോൾ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ടെൻഷൻ ഇല്ലാതെ നമുക്ക് കളി കണ്ടുകൊണ്ടിരിക്കാം. അതിൻ്റെ ഇടയ്ക്ക് റെഡും ഗ്രീനും മാറി വരുമ്പോൾ നമുക്ക് വെറുതെ ടെൻഷൻ ആവേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇനി ഉള്ളത് 161.16 SMA ടച്ച് ചെയ്യാനായിട്ടുള്ളത്. മുട്ടുവാണെങ്കിൽ ഈ ക്യാൻഡിലിൽ മുട്ടണം, ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ SMA ബ്രേക്ക് ചെയ്തിട്ട് 163 ചാൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ SMA മുട്ടും എന്നും പറഞ്ഞുകൊണ്ട് ഹോൾഡ് ചെയ്തിരുന്നിട്ടും കാര്യമില്ല. അങ്ങനെ ട്രേഡ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. SMA മുട്ടുന്നവരെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കും, മാർക്കറ്റ് താഴത്തോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ SMA എന്ത് ചെയ്യും, അതനുസരിച്ചിട്ട് താഴത്തോട്ട് വരും. അപ്പോൾ 150 അല്ലെങ്കിൽ 145 എൻട്രി എടുത്ത ഒരാൾ SMA മുട്ടുന്ന കാര്യം നോക്കി നിന്നു. അപ്പം നമ്മളെന്ത് ചെയ്തു, 157 ഇറങ്ങി. മറ്റേ പുള്ളി എന്ത് ചെയ്തു, SMA വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞത്, വീണ്ടും മാർക്കറ്റ് ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ടൊക്കെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം ഇറങ്ങിയ സ്ഥലത്തേക്ക് SMA ഇറങ്ങി വരും. അപ്പോൾ നമ്മൾ ആ സമയത്ത് വെറുതെ ടെൻഷൻ അടിച്ചിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് നമ്മൾ അഡീഷണൽ കുറേ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ബിക്കോസ് എന്തുകൊണ്ടാണെന്ന് വെച്ചത്, ഇവിടെയും എന്താ പറയണ്ടേ, SMA ടച്ച് ചെയ്യാനുണ്ട്. നമ്മൾ ഈ ഒരു വൈറ്റ് ഡോട്ട് മുട്ടിയപ്പോഴാണ് ഇവിടെ ഇറങ്ങാനായിട്ട് തീരുമാനിച്ചത്. വീണ്ടും വലിയ വ്യത്യാസമില്ലാത്ത ലെവലിലല്ല അത് നിൽക്കുന്നത്, 1-2 പോയിൻറ്റിൻ്റെ വ്യത്യാസമുള്ളൂ. മാർക്കറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മിനിറ്റിൽ RSI പിയിലേക്ക് ക്രോസ് ഓവർ എങ്ങോട്ടാ ക്രോസ് ഓവർ ആയിട്ട് നിൽക്കുകയാണ് 5 മിനിറ്റിൽ. അതേപോലെ തന്നെ 15 മിനിറ്റ്സിൽ മാത്രമാണ് ഒരു അപ്പർ സൈഡ്. അപ്പോൾ 10 മണിക്ക് അടുത്ത മൂവ്മെൻറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത്. 10:01 ആയിട്ടുണ്ട്. കാരണം കൺസോൾട്ടേഷനാണ്, നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇനി 153 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 159 പിയിലൊരു ചെറിയ മൂവ്മെൻറ്റ് നോക്കിയാൽ നമ്മൾ ഇറങ്ങി അതേ സ്ഥലത്ത് SMA എത്തിയില്ലേ, 159.37, 2 പോയിൻറ്റിൻ്റെ വ്യത്യാസമുള്ളൂ. വൺ 154 ബ്രേക്ക് ചെയ്താൽ 159 ഒരു 5 പോയിൻ്റ് കൂടെ കിട്ടും. അത് നെക്സ്റ്റ് ക്യാൻഡിലിൽ പിന്നെയും ചിലപ്പോൾ വ്യത്യാസങ്ങൾ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം 5 മിനിറ്റിൻ്റെ പ്രീവിയസ് ക്യാൻഡിൽ സപ്പോർട്ട് എടുത്തിരിക്കുന്നത് 25,455 ഫ്യൂച്ചർ ചാർട്ടിലാണ് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ 157 ബ്രേക്ക് ചെയ്താൽ മാത്രം അടുത്ത മൂവ്മെൻറ്റിൽ പിയിൽ കോൺസെൻട്രേഷൻ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ. ചാർട്ട് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ 4 ഉണ്ടല്ലോ, 1 2 3 4 ചാർട്ട്, 4 6 8 ചാർട്ടിലാണ് ഞാനിപ്പോൾ വ്യൂ നോക്കുന്നത്. അപ്പം അതുകൊണ്ട് ഏകദേശം ഇത്രയും കൂടെ ഒരു ക്ലാരിറ്റി നമുക്ക് വരുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഓക്കെ,
253 നമ്മൾ പറഞ്ഞത് 253 ബ്രേക്ക് ചെയ്ത 259 ആണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ 253 ബ്രേക്ക് ചെയ്തിട്ട് 153 ബ്രേക്ക് ചെയ്ത 159 ആണ് നമ്മൾ പറഞ്ഞത്. പക്ഷേ ആ 159 എന്നുള്ളത് 158.20 ചുരുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ 53.5 58 പോയിൻ്റ് അത്ര അവിടെ 56 58.23 58.25 കണ്ടോ. നമ്മൾ പറഞ്ഞതെന്താ, അവിടെ നിന്ന് ഇറങ്ങിക്കോ, നമ്മൾ തിരിച്ച് SMA മുട്ടുമ്പോൾ SMA നമ്മൾ ഇറങ്ങിയ സ്ഥലം കറക്റ്റ് ആയിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞത്. നോക്കി ഇറങ്ങിയ സ്ഥലത്തേക്ക് വീണ്ടും ഒരു 5 പോയിൻറ്റും കൂടെ. ഇനി ആ നിലവിലുള്ള ഹൈ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 162-ലേക്കുള്ളൊരു മൂവ്മെൻറ്റാണ് ഇനി കിട്ടത്തുള്ളൂ. പറയുന്ന കാര്യങ്ങൾ വലിയ വ്യത്യാസമില്ലാതെ വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മുടെ കഴിവൊന്നുമല്ല. നമ്മൾ 2 വർഷമായിട്ട് ഇത് കണ്ട് ശീലിച്ചത് കൊണ്ടാണ്. നമ്മൾ എന്തായാലും ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്യാനായിട്ട് വരും. ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തത് 140-ൽ ക്രിയേറ്റ് ചെയ്യാം. അത് നമുക്ക് ഉറപ്പിച്ചൊന്നും പറയാൻ പറ്റില്ല. കാരണം ഈ ബേസിൽ, അതായത് ക്യാൻഡലിൻ്റെ ബേസിൽ ഫോം ചെയ്യാം. പിന്നെ നമ്മൾ പറഞ്ഞത് 153 ബ്രേക്ക് ചെയ്താൽ SMA-ലേക്കുള്ളൊരു മൂവ്മെൻറ്റാണ് നമ്മൾ പറഞ്ഞത്. അവിടെയും കിട്ടും. നമ്മൾ ശ്രദ്ധിച്ചിരുന്ന ഒരു 5 പോയിൻ്റ് ഈസി ആയിട്ട് അവിടെയും നമുക്ക് എടുക്കാം. അപ്പോൾ അങ്ങനെ 10ഉം 15ഉം പോയിൻ്റ് ഇതിൽ നിന്ന് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. 50 തൊട്ട് 57 വരെയുള്ള 7 പോയിൻ്റ് ആദ്യം എടുക്കാം. 53 മുതൽ 58 വരെയുള്ള 5 പോയിൻ്റ് എടുക്കാം. ഇപ്പോൾ 10ഉം 15 പോയിൻ്റായി. അതിനിടക്ക് ഇവിടെ സ്റ്റോപ്പ് ലോസ് റിക്കവറിന് വേണ്ടി നമ്മൾ പറഞ്ഞിട്ടുണ്ടായി. 245 മുതൽ 253 വരെ പോയി, അതിൻ്റെ 5 പോയിൻ്റ് എടുക്കാം. 255 മുതൽ 260 വരെയുള്ള 5 പോയിൻ്റ്, 265 ബ്രേക്ക് ചെയ്ത 288 വരെ പോകുന്നുള്ള 10-25 പോയിൻ്റ്. ഇത് മൊത്തത്തിൽ കൂടെ നോക്കിയാലും ഡിസിപ്ലിൻ ട്രേഡർ ആവണം എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് എങ്ങനെ പോയാലും എത്ര സ്റ്റോപ്പ് ലോസ് അടിച്ചാലും 10-30 പോയിൻ്റ് ഈസി ആയിട്ട് മിച്ചാണ്. 21 പോയിൻ്റ് ഈസി ആയിട്ട് മിച്ചാണ്. 50 മിനിറ്റ്സിൽ RSI അപ്പർ സൈഡിലേക്ക് കയറിയിട്ടുണ്ട്. 30 മിനിറ്റിൽ RSI ഒരു ക്രോസ് ഓവർ 50% വരുന്നുണ്ട്. 1 അവറിൽ RSI ക്രോസ് ഓവർ ആയിട്ടില്ല. എന്താ അവസ്ഥയെന്നൊന്ന് നോക്കട്ടെ. ഇനിയിപ്പോൾ 10:15 കഴിഞ്ഞാലേ മാർക്കറ്റിലൊരു മൂവ്മെൻറ്റ് എന്തായാലും വരത്തുള്ളൂ. നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞു 157 നമുക്ക് ഇറങ്ങാം. അതിനുശേഷം താഴേന്ന് വേണമെങ്കിൽ നോക്കാം. അതായത് SMA നമ്മൾ എടുത്ത സ്ഥലത്തേക്ക് വരുത്തിട്ട് ജോയിൻ്റ് ആവുള്ളൂ. നോക്കിയേ, എവിടെ ഇറങ്ങിയോ അവിടെയാണ് SMA ഇതും കൂടെ ടാലി ആയത്. അപ്പം മുകളിലുള്ള 5 പോയിൻ്റ് ഇപ്പുറത്തുനിന്ന് നേരെ തിരിച്ചു പിടിച്ചു. മാർക്കറ്റ് സിയിലേക്കുള്ള മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഒരു സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 280 ബ്രേക്ക് ചെയ്താൽ 285-ലേക്കായിരിക്കും സിയുടെ മൂവ്മെൻറ്റ്. 80 ബ്രേക്ക് ചെയ്താൽ 85, അവിടെയും ബ്രേക്ക് ചെയ്താൽ പിന്നെ മുകളിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ 10:07 സമയം 10:07 ആയിട്ടുണ്ട്. ഇത്തിരി ഡിസിപ്ലിനായിട്ട് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് പ്രോഫിറ്റബിൾ എടുത്ത് ഇറങ്ങാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിൽ മാർക്കറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ പിയിലൊരു മൂവ്മെൻറ്റ് നമുക്ക് ഇനി കിട്ടണമെങ്കിൽ 158 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 161, 158 മുതൽ 161 വരെയുള്ളൊരു 3 പോയിൻ്റ് കൺഫേമാണ്. അതിനുശേഷം പിന്നെ ഒരു മൂവ്മെൻറ്റ് കിട്ടിയ 170-ലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണേ. നമുക്ക് സിയിൽ കോൺസെൻട്രേഷൻ ചെയ്യണമെങ്കിൽ 280 ബ്രേക്ക് ചെയ്താൽ 285-ലേക്കുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടും. അത് കണ്ടിന്യൂ ചെയ്ത് പോയാൽ മുകളിലോട്ട് പോകും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിവേ വീഡിയോ ഞാൻ എന്തായാലും വൈൻഡപ്പ് ചെയ്യുന്നു. കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം. നമ്മുടെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. എനിവേ ഓൾ ദി ബെസ്റ്റ്.